ഹായ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് എന്താണെന്നറിയില്ല, ഒരു മടുപ്പ് കേട്ടോ. വീഡിയോ ഇടാനൊരു മടുപ്പ്. എന്താ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യമില്ലല്ലോ, ഒരു പ്രയോജനമില്ല, പിന്നെ എന്തിനാണ് വീഡിയോ ഇടണമെന്നൊക്കെ മനസ്സിലേക്ക് ഒരു തോന്നൽ കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടൊരു മടി തോന്നിയ കാരണം കൊണ്ട് ഞാൻ വീഡിയോ ഇടാതിരിക്കുക കേട്ടോ. ലോങ് വീഡിയോ ഇടാൻ എന്താ അറിയില്ല, ഒരു മടുപ്പ്. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നു, ചേച്ചി വീഡിയോ ഇടാതിരിക്കേണ്ട, വീഡിയോ ഇട്ട് ചേച്ചി മുന്നോട്ട് പോകും, അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നു കേട്ടോ. എനിക്കിപ്പോൾ അവൻ പറഞ്ഞപ്പോൾ ഒന്നും കൂടി ഒരു ധൈര്യം വന്നോട്ടെ, എന്തായാലും മുന്നോട്ട് പോവാം, ഇവരൊക്കെ ഇങ്ങനെ പറയില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. എന്നാൽ ശരി, ഞാൻ ഇന്നത്തെ എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലത്തെ വിശേഷം കൂടി കുറച്ച് നേരത്തെ വിശേഷം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത്, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ മെല്ലെ ആട്ടോ എണീച്ചത്. 6:15 ആയിട്ട് എണീച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ 4:30 പോണ സമയത്ത്, വീട്ടിൽ പോണ സമയത്ത് എന്നോട് വിളിച്ചു കേട്ടോ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം അമ്മ പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കണുള്ളൂ, പോയിക്കോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഇന്ന് തൊഴിലുറപ്പുണ്ട്. അപ്പം അമ്മ രാവിലെ നേരത്തെ എണീച്ച് പോയി. പെട്ടെന്ന് നോക്കണു 6:15 അപ്പോൾ ഞാൻ വേഗം എണീച്ച് മുറ്റം അടിച്ച് പോവിട്ട ശേഷം അടുക്കളയിൽ കയറാമെന്ന് വിചാരിച്ചിട്ടോ. അന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പം മെല്ലെ എണീച്ചാൽ മതി. ചോറ് കുറച്ച് തലേദിവസത്തെ ചോറുണ്ട് കേട്ടോ, വെള്ളച്ചോറുണ്ട് കുറച്ച്, പിന്നെ കുറച്ച് മാവും ഉണ്ട്. പിന്നെ ഇന്നലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ബിരിയാണി കൊണ്ടുവന്ന കാരണം കൊണ്ട്, ബിരിയാണി കഴിച്ച കാരണം കൊണ്ട് വെള്ളച്ചോറൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മീൻ വറുത്തതും ഉണക്കമീൻ വറുത്തതുണ്ട് കേട്ടോ. മാന്തൾ മീനും ഉണക്ക വറുത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മതി എന്നൊക്കെ വിചാരിച്ചിട്ട് മെല്ലെ തന്നെ എണീച്ചത്. അങ്ങനെ എണീച്ച് ഞാൻ മിറ്റടിക്കാൻ പോയതാണ് കേട്ടോ. മിറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആ തേക്കിൻ്റെ ഒരു കുറ്റിയാട്ടോ, അവിടെ ഒരു തേക്ക് മരമായിരുന്നു, അത് മുറിച്ചിട്ട് 2 വർഷമാവും കേട്ടോ. അതിൻ്റെ കുറ്റിയാണത്. എനിക്ക് വഹിക്കണ പോലെ കുറച്ച് വെട്ടിയിട്ട് അതിൻ്റെ 4 പുറമുള്ള വേരൊക്കെ കുറച്ചൊക്കെ കളഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് കിട്ടണില്ല, അപ്പോൾ അത് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് അവിടെ വെച്ചിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ തിണ്ണാന്ന് പറഞ്ഞാൽ മണ്ണിട്ട് മെഴുകി തിണ്ണയാണ് കേട്ടോ. മണ്ണിട്ട് മെഴുകി ചാണകം തേക്കലാണ് കേട്ടോ ഞാൻ എല്ലാ വർഷവും. അപ്പം വേനൽക്കാലത്ത് വൃത്തിയായി കിടക്കും, മഴക്കാലത്ത് ഈ മഴവെള്ളം വീണിട്ടും പിന്നെ ചാണകം മെഴുകുമ്പോൾ അതിൻ്റെ പാസാറൊക്കെ ഉണ്ടാവുമല്ലോ, അതാട്ടോ എൻ്റെ തിണ്ണ. ഇങ്ങനെ ആരും വൃത്തിയില്ലാന്നൊന്നും വിചാരിക്കില്ല കേട്ടോ. മഴക്കാലം ആയതുകൊണ്ട് അങ്ങനെ തന്നെ, മഴക്കാലം കഴിയട്ടെ. ഞങ്ങൾ മഴക്കാലത്ത് ഫുള്ളും അങ്ങനെ തന്നെ, മഴക്കാലം കഴിഞ്ഞിട്ട് ഇനി വൃത്തി ഉണ്ടാവുള്ളൂ കേട്ടോ തിണ്ണയൊക്കെ. പിന്നെ പാസാറ് കെട്ടുക കാരണം കൊണ്ട് ഞാനിങ്ങനെ ചൂലിട്ടിട്ട് ഇങ്ങനെ ഉരയ്ക്കും കേട്ടോ. അപ്പോൾ അത് പോകും. പിന്നെയും വലിയ ചാണകം തേക്കിയ കാരണം കൊണ്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീടും. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചിൻ്റെ വീടൊന്നൊന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുമ്പൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ വീടൊക്കെ. ഇപ്പോൾ കുറേ ആയിട്ട് വീടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ വീടും പരിസരവും. ഈ തേക്കിൻ്റെ കൊമ്പ് വീണിട്ട് ആ ഷീറ്റ് പൊട്ടിയതാണ് കേട്ടോ. അതാണ് കേട്ടോ ആ ഷീറ്റ് പൊട്ടിയത്. അപ്പോൾ പിന്നെ നമ്മൾ ഡ്രമ്മിൽ വെള്ളം നിറച്ച് വയ്ക്കും കേട്ടോ. ചിലപ്പോൾ ഒരാഴ്ച ഫുള്ളായിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരാഴ്ച ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം അതിൽ നിറച്ച് വയ്ക്കലാണ് കേട്ടോ. അപ്പോൾ വെള്ളം വരുന്നുണ്ട്, 2-3-4 ദിവസമായി, 4-5 ദിവസമായിട്ട് അടുപ്പിച്ച് വെള്ളം വരുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ വെള്ളം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മിറ്റൊക്കെ അടി കഴിഞ്ഞ് ചാണകം വീട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് തേച്ചിട്ട് പൂവിടുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആട്ടോ നമ്മുടെ വിശേഷം, രാവിലത്തെ വിശേഷം. അങ്ങനെ എൻ്റെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറാൻ നിൽക്കാം കേട്ടോ. വെള്ളച്ചോറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചോറൊന്നും വെക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ബിരിയാണി ഉണ്ട് കേട്ടോ, തലേദിവസത്തെ ബിരിയാണി ഉണ്ട്, അതും ചൂടാക്കിയിട്ട് ഞങ്ങൾ രാവിലത്തെ കഴിയുക. പിന്നെ ഉച്ചയ്ക്ക് ചോറ് വെച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മെല്ലെ ചെയ്യാൻ മടിച്ച് നിൽക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത്, അമ്മ നല്ല ഫ്രിഡ്ജിൽ നിന്ന് ഇന്നലെ വീട്ടിൽ നിന്ന് പാല് കൊണ്ടുവന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ നല്ല കൊഴുപ്പ് കേട്ടോ, നല്ല നെയ്പ്പുണ്ട് കേട്ടോ. പാലിന് നമുക്ക് കച്ചവടത്തിൽ കൊണ്ടുവരുന്ന പൈക്കളാട്ടോ. അപ്പം ചിലപ്പോൾ നല്ല പാലൊക്കെ നല്ല പാലായിരിക്കും, ചിലപ്പോൾ പൊട്ടപ്പാലായിരിക്കും കേട്ടോ. ചില പാല് പച്ചവെള്ളം പോലെ ഉണ്ടാവും, ചില പാല് നല്ല കട്ടിയുള്ള പാലാവും കേട്ടോ. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ. ഞാൻ ചായ വയ്ക്കാൻ കുറച്ചെടുത്ത് തലേദിവസത്തെ വെള്ളച്ചോറൊക്കെ കേട്ടോ. അത് പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്, അതൊക്കെ കഴുകാൻ വേണ്ടി കുറച്ചിട്ട്. അപ്പോൾ ഞാൻ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 2 ഗ്ലാസ് ചായ മതിട്ടോ. എനിക്ക് എൻ്റെ കണ്ണന് മതി, കുഞ്ഞാറ്റ് പിന്നെ ചായ കുടിക്കില്ല കേട്ടോ. ഞാനപ്പോൾ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഒന്നിച്ചിട്ടിട്ട് ഒരു തിളപ്പിക്കും. അപ്പോൾ നല്ല പാലും കേട്ടോ. അപ്പോൾ ചായ വയ്ക്കാനായിട്ട് തിളയ്ക്കുന്ന സമയത്ത് അമ്മ എന്നെ വന്ന് വിളിച്ചു. അമ്മേൻ്റെ തൂക്കുപാത്രത്തിൽ നല്ല നാടൻ കോഴി കുമ്പളങ്ങിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ അത് തൂക്കുപാത്രം പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ എന്നെ. അമ്മയ്ക്ക് ചോറ് കൊണ്ടുപോകാൻ പാത്രമില്ല, ആ പാത്രത്തെ അമ്മ ചോറ് കൊണ്ടുപോകുക കേട്ടോ. തൊഴിലുറപ്പിന് തൂക്കുപാത്രത്തെ കൊണ്ടുപോവുക. അപ്പോൾ അത് തരാൻ വേണ്ടിയിട്ട് അമ്മ
അമ്മ എന്നെ വിളിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അമ്മ ഡിപ്പം പാത്രം മതിയോ, അതിൽ കറിയാണെന്ന് പറയണേ. അപ്പോൾ അമ്മയ്ക്ക് ചായ മേടിക്കാം, ആ പാത്രം വേണം, അത് ഇതാന്ന് പറയാം കേട്ടോ. അമ്മ പുറത്ത് നിന്നിട്ട് എന്നെ വിളിക്കുക കേട്ടോ. ഞാൻ വാതിൽ തുറന്നിട്ടില്ല, മക്കൾ നീച്ചിട്ടില്ലല്ലോ, നമുക്ക് ഒരു റൂമല്ലേ ഉള്ളൂ. അപ്പോൾ ആ റൂമിൽ തന്നെ ബെഡ് മേലേക്ക് എടുത്തിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വാതിൽ തുറന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണ് ഫോണ് തിരയുക കേട്ടോ. ഫോൺ എവിടെയും കാണാനില്ല, ഫോണ് തിരഞ്ഞ് നടക്കുക കേട്ടോ. എന്നെക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യം അവനറിയില്ല കേട്ടോ. അപ്പോൾ ഫോണ് തിരഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അവൻ കുറേ നേരം നോക്കിയിട്ട് ഫോണ് കിട്ടാതെയായപ്പോൾ വീണ്ടും പോയി. അങ്ങനെ ഞാൻ ആ തൂക്കുപാത്രത്തെ കറിയൊക്കെ ഒഴിച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കുക കേട്ടോ. എൻ്റെ അമ്മ എൻ്റെ അനിയൻ്റെ മകനാണ് കേട്ടോ, ചെറിയ കുട്ടിയാട്ടോ. അവൻ അമ്പാടിയിൽ നിന്ന് വിളിക്കും കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ചായ വെച്ച് എൻ്റെ കണ്ണന് മരുന്നൊക്കെ കൊടുത്തു. അങ്ങനെ ഞാനും ചായ കുടിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടോ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ചെറിയൊരു വിശേഷം. നമ്മുടെ വീഡിയോ ഇഷ്ടമായ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട്